ഡൊണാൾഡ് ട്രംപിന്റെ അനുയായിയും വലതുപക്ഷ ആക്ടിവിസ്റ്റുമായ ചാർലി കിർക്ക് കൊല്ലപ്പെട്ടതിനു ശേഷം ആദ്യമായി പ്രതികരിച്ച് ഭാര്യ എറിക്ക കിർക്ക്. ബുധനാഴ്ച യൂട്ട വാലി സർവകലാശാലയിൽ വിദ്യാർത്ഥികളുമായി നടന്ന സംവാദത്തിനിടെയാണ് ചാർലി കിർക്ക് വെടിയേറ്റു മരിച്ചത്. ചാർലി പോഡ്കാസ്റ്റുകൾ ചെയ്തിരുന്ന ഓഫീസിൽ വെച്ച് വെള്ളിയാഴ്ചയാണ് എറിക്ക ആദ്യമായി പ്രതികരിച്ചത്. ചാർലി എന്നെയും കുട്ടികളെയും വളരെയധികം സ്നേഹിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ കൊലയാളിയെ പിടികൂടാൻ പ്രയത്നിച്ച നിയമപാലകർക്ക് നന്ദി. എൻ്റെ ഉള്ളിൽ ആ കൊലയാളി കത്തിച്ച തീ എന്താണെന്ന് അയാൾക്ക് ഊഹിക്കാനാവില്ല. ഈ വിധവയുടെ നിലവിളി ലോകമെമ്പാടും ഒരു യുദ്ധകാഹളം പോലെ പ്രതിധ്വനിക്കും. ചാർലി പ്രസിഡന്റിനെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. എൻ്റെ ഭർത്താവ് ചെയ്തിരുന്ന ക്യാമ്പസ് ടൂർ, റേഡിയോ ഷോ, പോഡ്കാസ്റ്റ് എന്നീ ജോലികൾ ഞാൻ ഏറ്റെടുക്കും. അദ്ദേഹത്തിൻ്റെ പാരമ്പര്യം നശിക്കാൻ ഞാൻ ഒരിക്കലും അനുവദിക്കില്ല. അരാജകത്വവും അനിശ്ചിതത്വവും നിറഞ്ഞ ഈ ലോകത്ത് അദ്ദേഹത്തിൻ്റെ ശബ്ദം ഞാൻ നിലനിർത്തും. ചെയ്ത എല്ലാ സഹായങ്ങൾക്കും പ്രസിഡന്റിന് നന്ദി, എറിക്ക കിർക്ക് പറഞ്ഞു. അതേസമയം ചാർലി കിർക്കിനെ കൊലപ്പെടുത്തിയതിന് കസ്റ്റഡിയിലുള്ള ടൈലർ റോബിൻസണിന്റെ പേര് പ്രസംഗത്തിൽ പരാമർശിച്ചിട്ടില്ല. 2021 വിവാഹിതരായ ചാർലി കിർക്കിനും എറിക്കയ്ക്കും 3 വയസ്സുള്ള മകളും 1 വയസ്സുള്ള മകനുമുണ്ട്. മകൾ പിതാവിനെ കുറിച്ച് അന്വേഷിക്കുന്നതും വേദനയോടെയാണ് എറിക്ക പങ്കിട്ടത്.